ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഇത് കടലമാവും ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഒരു 3 ഉരുളക്കിഴങ്ങ് നമുക്ക് കട്ട് ചെയ്തിട്ട് വേവിച്ചെടുക്കണം. കൂടുതൽ വേവണ്ട, ഉടച്ചെടുക്കാൻ പരുവത്തിൽ വേവിച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യാം. അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി നമുക്കൊരു കപ്പ് കടലമാവ് എടുക്കുക. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കൂടെ 3/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് ഇതൊരു ബാറ്ററാക്കി എടുക്കാം. നമുക്ക് നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. വേവിക്കാൻ വെച്ച ഉരുളക്കിഴങ്ങൊക്കെ ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ നന്നായി ഉടച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനോട് കൂടി തന്നെ കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. കുറച്ച് വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതായിരിക്കും. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇങ്ങനെ ചെറിയ ബോൾസാക്കിയതിന് ശേഷം നമ്മുടെ കയ്യിൽ വെച്ച് ഇതൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കുക. അങ്ങനെ ഈ പൊട്ടറ്റോ നമ്മൾ എല്ലാം പരത്തി വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത പ്രോസസ്സിലേക്ക് പോകാം. ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോ ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ പൊട്ടറ്റോ എടുത്ത് ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ പൊട്ടറ്റോ ചോപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനൊരു വാല് വന്നിട്ടുണ്ട്, അത് കുഴപ്പമില്ല. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ചോപ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.